Hello dear students, welcome back to the second and the last part of the lesson Indigo. So ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയ ഫസ്റ്റ് പാർട്ടിലെന്ന് വെച്ചാൽ ഗവൺമെൻറ് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ് വെൻ ദേ raised a case against ഗാന്ധിജി. സോ ആകെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഈ വക്കീലന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു ട്രയൽ പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ ഗാന്ധിജീനെ എങ്ങാനും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയെങ്ങാനും ചെയ്താൽ ആകെ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടേ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഹയർ അതോറിറ്റീസിനോട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ ആ ഒരു ബ്രേക്ക് എടുത്തത്, ട്രയൽ പോസ്റ്റ്പോൺ ചെയ്തത്. സോ അവിടെ വരെയാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത്. നൗ ഐ എം ബിഗിനിങ് ഫ്രം പേജ് നമ്പർ 50. Sixth paragraph. Gandhiji protested against the delay. He read a statement pleading guilty. He was involved, he told the court, in a conflict of duties. On the one hand, not to set a bad example as a lawbreaker. On the other hand, to render the humanitarian and national service for which he had come. He disregarded the order to leave, not for want of respect for lawful authority, but in obedience to the higher law of our being, the voice of conscience. He asked the penalty due. So here Gandhiji said that he protests against the postponement of trial. And അദ്ദേഹം പറയാണ് എനിക്കിതിനോട് താല്പര്യമില്ല, കാരണം ഞാൻ അംഗീകരിക്കുന്നു ഞാനൊരു തെറ്റുകാരനാണ്, നിങ്ങൾ അയച്ച സമൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നതിൽ ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് എൻ്റെ മേൽ നടത്താനുള്ള ട്രയൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തൂ. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. കാരണം ഞാൻ ഈ കണ്ട ആൾക്കാരുടെ മുമ്പിൽ ഒരു ബാഡ് എക്സാമ്പിളായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ആക്ച്വലി വളരെ കൺഫ്യൂസ്ഡാണ്. ഒരു സൈഡിൽ ഞാൻ ഒരു ബാഡ് എക്സാമ്പിളായി ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, എന്നാൽ നേരെ മറിച്ച് മറു സൈഡിൽ എനിക്ക് എൻ്റെ ഈ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും വേണം. സോ ഓൺ ദി വൺ ഹാൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി എ bad example in front of them as a person who has broken the law, or and on the other hand I want to help these people on humanitarian ground and as a national service, as a part of national service. So again he is saying that ഞാൻ നിങ്ങളുടെ സമൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് ലാക്ക് ഓഫ് റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ടല്ല. ഐ ഡി നോട്ട് ഷോ എനി ഡിസ്റെസ്പെക്റ്റ് ടുവേർഡ്സ് യു. ആക്ച്വലി എനിക്ക് എൻ്റെ ഉള്ളിലത്തെ ഉൾവിളി എന്നോട് പറഞ്ഞത് ഞാൻ ഈ ആൾക്കാരുടെ കൂടെ ഇപ്പോൾ നിൽക്കണം, അവർക്ക് എന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന സമൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നിന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് ബഹുമാനക്കുറവോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയമത്തിനോട് ബഹുമാനക്കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉൾവിളി കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്. The magistrate announced that he would pronounce sentence after a 2 hours recess and asked Gandhi to furnish bail for those 120 minutes. Gandhi refused. The judge released him without bail. So now what happens? അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് പറഞ്ഞപ്പോൾ അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ 2 മണിക്കൂർ നേരത്തേന് ഈ ഒരു ട്രയൽ നീട്ടിവെക്കാം. ആ ഒരു 2 മണിക്കൂർ ബ്രേക്കിന് സമയത്ത് വേണമെങ്കിൽ താങ്കൾ കുറച്ച് കാശ് അടച്ചിട്ട് ബെയിൽ എടുത്തോളൂ. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 120 മിനിറ്റ്സിന് നിങ്ങൾ ബെയിൽ അടച്ച് നിങ്ങൾ റിലീസായിക്കോളൂ എന്ന് പറഞ്ഞു, ബെയിലിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി അത് റെഫ്യൂസ് ചെയ്തു. ഞാൻ അങ്ങനെ ബെയിലിൽ ഞാൻ ഇറങ്ങില്ല, എനിക്കങ്ങനെ ഇറങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് ജഡ്ജ് ഗാന്ധിജീനെ ബെയിലില്ലാണ്ട് തന്നെ റിലീസ് ചെയ്തു. When the court reconvened, the judge said he would not deliver the judgment for several days. Meanwhile, he allowed Gandhi to remain at liberty. So 2 മണിക്കൂറിലത്തെ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കോടതി കൂടിയപ്പോൾ ജഡ്ജ് പറഞ്ഞു ഞാൻ ഈ ഒരു കേസ് കുറേ ദിവസത്തേന് ഞാൻ മാറ്റിവെക്കുകയാണ്. ആൻഡ് ആ ദിവസങ്ങൾ ഈ കേസ് മാറ്റിവെച്ച അത്രയും ദിവസങ്ങളിൽ ഗാന്ധിജി ഫ്രീ ആയിരിക്കും. He is going to be free. You can be free and he is not going to deliver the judgment for several days എന്നാണ് ആ ജഡ്ജ് അങ്ങ് പറഞ്ഞത്, റൈറ്റ്? സോ അങ്ങനെ ഗാന്ധിജി റിലീസായി and the case was postponed. Now what happens? Rajendra Prasad, Brij Kishore Babu, Maulana Mazharul Haq and several other prominent lawyers had arrived from Bihar. They conferred with Gandhiji. What would they do if he was sentenced to prison? Gandhiji asked. Why? The senior lawyer replied they had come to advise
and help him. If he went to jail, there would be nobody to advise and they would go home. So വലിയ several prominent lawyers, അതായത് രാജേന്ദ്ര പ്രസാദ്, ബ്രിജ് കിഷോർ ബാബു, മൗലാന ഹക്ക് and other prominent lawyers all arrived there in order to help ഗാന്ധിജി, ബിക്കോസ് ഈ ഒരു കേസ് കുറേ ദിവസത്തേന് ഇങ്ങോട്ട് നീട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ വലിയ വലിയ ലോയേഴ്സൊക്കെ ഇവിടെ വന്നു. അവർ ഗാന്ധിജിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗാന്ധിജി ചോദിച്ചു, ശരി അതിരിക്കട്ടെ, എന്നെ എങ്ങാനും ജയിലിലിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഗാന്ധിജീനെ ഹെൽപ്പ് ചെയ്യാനാണ്. ആസ് ലോയേഴ്സ് ഞങ്ങൾ താങ്കളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ വന്നേക്കുന്നത്. താങ്കൾ ജയിലിലാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾക്ക് ആരാ ഇവിടെ അഡ്വൈസ് കൊടുക്കാനുള്ളത്? അപ്പോൾ ഞങ്ങളങ്ങ് തിരിച്ചു പോകും. What about the injustice to the sharecroppers? ഗാന്ധി ഡിമാൻഡഡ്. സോ ഗാന്ധിജി ചോദിച്ചു, അത് ശരി, അപ്പോൾ പിന്നെ ഇവിടെ ഈ ഷെയർ ക്രോപ്പേഴ്സിനോട് കാണിക്കുന്ന ഇൻജസ്റ്റിനെ തട്ടി ചോദിക്കാൻ ഇവിടെ ആരാ ഉണ്ടാവുക? ഞാനങ്ങ് ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാ ഇവിടെ ഉണ്ടാവുക? ദ ലോയേഴ്സ് വിത്ത്ഡ്രൂ ടു കൺസൾട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ലോയേഴ്സ് എന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ, നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടെ. സോ ദ ലോയേഴ്സ് വിത്ത്ഡ്രൂ ടു കൺസൾട്ട്. രാജേന്ദ്ര പ്രസാദ് ഹാസ് റെക്കോർഡഡ് ദി അപ്ഷോട്ട് of their consultations. They thought amongst themselves that Gandhiji was totally a stranger, and yet he was prepared to go to prison for sake of the peasants. If they, on the other hand, being not only residents of the adjoining districts but also those who claim to have served these peasants, should go home, it would be shameful desertion. So അവർ കുറച്ചു നേരം പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, അവർ പരസ്പരം സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദൂരെ നിന്ന് ഗാന്ധിജി ഒരു പെർഫെക്റ്റ് സ്ട്രേഞ്ചറായിട്ട് പോലും ഇവിടെ വന്ന് ഈ ബീഹാറിൽ വന്നിട്ട് ഈ കർഷകർക്ക് വേണ്ടി ജയിലിൽ വരെ പോകാൻ റെഡിയായ ആളാണ്. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കൃഷിക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ വേവലാതി കാണിച്ച ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജീനെ എങ്ങാനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, നമ്മളും ഇവരെ ഇട്ടിട്ട് പോയാൽ അത് അവരോട് കാണിക്കുന്ന ഒരു വലിയ അപരാധമാവും. ഡെസർഷൻ എന്ന് വെച്ചാൽ ലീവിങ് എ പേഴ്സൺ വെൻ ആക്ച്വലി ദ പേഴ്സൺ നീഡ്സ് യു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ശരിക്കും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും. അത് നമുക്ക് വളരെ അധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. റൈറ്റ്. സോ ആ ഒരു കൺക്ലൂഷനിലാണ് ഈ ലോയേഴ്സ് എല്ലാവരും കൂടി അവിടെ പരസ്പരം ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നത്. സോ they accordingly went back to Gandhi and told him they were ready to follow him into jail. The battle of Champaran is won, he exclaimed. Then he took a piece of paper and divided the group into pairs and put down the order in which each pair was to court arrest. ഓക്കെ, സോ ഇവർ തിരിച്ചു പോയിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു, ഇല്ല, താങ്കളെ അഥവാ ജയിലിലിട്ടാൽ ഞങ്ങളെല്ലാവരും താങ്കളുടെ ഒപ്പം തന്നെ ജയിലിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി, ഈ ഒരു ബാറ്റിൽ ഓഫ് ചമ്പാരൻ നമ്മൾ വിജയിച്ചു. കാരണം ആൾക്കാർ ഗാന്ധിജിയുടെ ഒപ്പം വരാം എന്ന് സമ്മതിച്ചു. ആ ആൾക്ക് വളരെയധികം സന്തോഷമായി. എന്നിട്ട് ആൾ എന്ത് ചെയ്തു? ആളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ആ ഒരു ഫുൾ ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സിനെയും പിന്നെ ബാക്കി അവിടെ നിന്ന ആൾക്കാരെയൊക്കെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പേരാക്കി നിർത്തി. റൈറ്റ്, ഓരോ പേരാക്കി നിർത്തിയിട്ട് ഇവരുടെ പേര് ഒരു ഓർഡറിൽ ഈ പേപ്പറിൽ എഴുതി. എന്നിട്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജീനെ ജയിലിൽ കൊണ്ടുപോയാൽ ഈ പേരായിട്ട് ആൾക്കാർ വന്നിട്ട് എവിടെ വരും? കോർട്ടിൽ സെൽഫായിട്ട് അറസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേരായിട്ട് ഓരോരുത്തരായിട്ട് വരണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. Now, several days later, Gandhiji received a written communication from the magistrate informing him that the lieutenant governor of the province had ordered the case to be dropped. So, ഇവിടെ എല്ലാം ഇങ്ങനെ ആയാൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ആയാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് അവിടുത്തെ ലിeutenant ഗവർണറുടെ കയ്യിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു? താങ്കളുടെ എതിരായിട്ടുള്ള എല്ലാ കേസുകളും ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. സോ ഗാന്ധിജിയുടെ മേലിൽ ഇനി ഒരു കേസൊന്നുമില്ല, ആൾ കേസിൽ നിന്നും ഫ്രീ ആയി. അങ്ങനത്തെ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? സിവിൽ ഡിസൊബീഡിയൻസ് ഹാഡ് ട്രയംഫ്ഡ് ദ ഫസ്റ്റ് ടൈം ഇൻ മോഡേൺ ഇന്ത്യ. സിവിൽ ഡിസൊബീഡിയൻസ് ആദ്യമായിട്ട് മോഡേൺ ഇന്ത്യയിൽ വിജയം കണ്ടു. സിവിൽ disobedience എന്ന് പറഞ്ഞാൽ when a political system is opposed by the native people in a very peaceful manner.
ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഗവൺമെൻറ് ബോഡിയുടെ ഒരു ഉത്തരവ് വളരെ പീസ്ഫുള്ളായിട്ട് ഓപ്പോസ് ചെയ്ത് വിജയം കാണുക, അതിനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മോഡേൺ ഇന്ത്യയിൽ സിവിൽ ഡിസൊബീഡിയൻസ്, അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ അനുസരിക്കാതിരുന്നിട്ടും അവരെ ഫ്രീ ആക്കി വിട്ട് വിജയം കൊണ്ടത് ആദ്യമായിട്ടായിരുന്നു. Gandhiji and the lawyers now proceeded to conduct a far-flung inquiry into the grievances of the farmers. അപ്പോൾ എല്ലാവരും എല്ലാ കേസിൽ നിന്നും ഫ്രീ ആയപ്പോൾ ഗാന്ധിജിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ലോയേഴ്സും തീരുമാനിച്ചു, ഇനി നമുക്കൊന്ന് ഫുൾ ഡീറ്റെയിൽ ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് ഓരോ ഫാമേഴ്സിനെയും കണ്ടിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് റെക്കോർഡ് ചെയ്യാം. സോ ഡിപ്പോസിഷൻസ് ബൈ അബൌട്ട് 10,000 പെസൻസ് വെയർ റിട്ടൺ ഡൗൺ. ഡെപ്പോസിഷൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ ഒരു 10,000 ഫാമേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തു, പ്രോപ്പർ റൈറ്റ് ഡൗൺ ചെയ്തു, ആൻഡ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ദ നോട്ട്സ് മെയ്ഡ് ഓൺ അതർ എവിഡൻസ്, ബാക്കി എവിഡൻസ് ഒക്കെ വെച്ചിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഫുൾ ഡീറ്റെയിൽ പ്രിപ്പയർ ചെയ്തു. ഡോക്യുമെൻറ്റ്സ് വെയർ കളക്റ്റഡ്, ദ ഹോൾ ഏരിയ ത്രോബ്ഡ് വിത്ത് ദി ആക്ടിവിറ്റി ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് ദ വഹിമെൻറ്റ് പ്രൊട്ടസ്റ്റ് ഓഫ് ദി ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഫുൾ ബീഹാറിൻ്റെ ആ ഒരു പ്രദേശം മൊത്തം ശരിക്കും ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തു, രണ്ട് കാരണത്താൽ. ഒന്ന്, ഗാന്ധിജിയും ഗാന്ധിജിയുടെ ലോയേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ എതിരായിട്ട് അവിടുത്തെ ലാൻഡ് ലോഡ്സ് വളരെ സീരിയസ് ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് സംഭവങ്ങൾ നടന്നുകൊണ്ട് ആ ഫുൾ ഏരിയ വാസ് വൈബ്രേറ്റിംഗ് ബിക്കോസ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ്. In June, Gandhiji was summoned to Sir Edward Gate, the Lieutenant Governor. Before he went, he met leading associates and again laid detailed plans for civil disobedience if he should not return. So again, ഒരു ജൂൺ മാസത്തിൽ വീണ്ടും ഗാന്ധിജിക്ക് ഒരു സമൻസ് വന്നു. ഗാന്ധിജി വീണ്ടും ഈ പറഞ്ഞ ലോയേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഇരുത്തിയിട്ട് ഞാൻ ജയിലിൽ പോയാൽ സിവിൽ ഡിസൊബീഡിയൻസിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് പ്ലാൻ ചെയ്തു. And then Gandhiji had 4 protracted interviews with the Lieutenant Governor, who as a result appointed the official commission of inquiry into the Indigo sharecropper situation. ഇനിയും ഗാന്ധിജി ഈ പറഞ്ഞ ലൂട്ടിനൻറ്റുമായിട്ടൊരു 4 ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, സോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ആ 4 മീറ്റിങ്ങിൻ്റെ അവസാനം ഈ ലൂട്ടിനൻറ്റ് ഗവർണർ ഒരു കമ്മീഷനെ, ഒരു എൻക്വയറി കമ്മീഷനെ ഫോം ചെയ്തിട്ട് ഈ ഇൻഡിഗോ ഷെയർ ക്രോപ്പേഴ്സിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട് വിട്ടു. ദ കമ്മീഷൻ കൺസിസ്റ്റഡ് ഓഫ് ലാൻഡ് ലോഡ്സ്, government officials and Gandhi as the sole representative of the peasant. അപ്പോൾ ആ കമ്മീഷനിലുണ്ടായിരുന്നത് ലാൻഡ് ലോഡ്സ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ പെസൻസിനെയും റെപ്രസെൻറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരാളായിരുന്നു ഗാന്ധിജി. Gandhi remained in Champaran for an initial uninterrupted period of 7 months and then again for several shorter visits. So ഗാന്ധിജി അവിടെ 7 മാസം കണ്ടിന്യൂസ് ആയിട്ട്, തടസ്സങ്ങളൊന്നും കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് ചമ്പാരനിൽ നിന്ന് ഈ കാര്യങ്ങൾ നോക്കി നടത്തി. പിന്നീട് 7 മാസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആളുടെ ആശ്രമത്തിൽ പോവുകയോ അല്ലെങ്കിൽ ആളുടെ വേറെ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് പോയി പിന്നെ സെവറൽ ഷോർട്ടർ വിസിറ്റ്സിലും വന്നുകൊണ്ടേയിരുന്നു. The visit undertaken casually on the entreaty of an unlettered peasant in the expectation that it would last a few days occupied almost a year of Gandhi's life. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് ഒരു കാഷ്വൽ വിസിറ്റിന് വേണ്ടിയായിരുന്നു. ഒരു അൺഎഡ്യൂക്കേറ്റഡ് പെസൻറ്റ് the humble request പ്രകാരം. Entreaty means humble, unlettered means uneducated. So uneducated peasant but a determined peasantൻ്റെ humble request പ്രമാണിച്ച് ഒരു കുറച്ച് ദിവസത്തേന് ഇവിടെ വന്നിട്ട് ആൾ പറയുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കാം എന്ന് ഉദ്ദേശിച്ച് വന്ന ഗാന്ധിജി ഓൾമോസ്റ്റ് 1 കൊല്ലം ഈ പറഞ്ഞ ഒരു ചമ്പാരൻ്റെ പ്രശ്നത്തിന് വേണ്ടി ആ ചമ്പാരനിൽ നിന്നു. So who was that uneducated peasant who had come with an humble request? That was our Rajkumar Shukla, right? Okay. Now the official inquiry assembled a crushing mountain of evidence against the big planters, and when they saw this, they agreed in principle to make refunds to the peasants. But how much must we pay?
they asked Gandhi. അപ്പോൾ ഈ എൻക്വയറി കമ്മീഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഹ്യൂജ് ആയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് എവിഡൻസസ് കിട്ടി ഈ ബിഗ് പ്ലാന്റേഴ്സിൻ്റെ എതിരായിട്ട് ഈ എൻക്വയറി കമ്മീഷന്, റൈറ്റ്. സോ അവർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു, ഞങ്ങൾ കുറേ പറ്റിച്ചിട്ടുണ്ട് ഈ പെസൻസിനെ, അപ്പോൾ അവർക്ക് റീഫണ്ട് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുമ്പോൾ അവർ ഗാന്ധിജിയോട് ചോദിച്ചു ഞങ്ങൾ എത്ര പൈസ തിരിച്ചു തരണം. അപ്പോൾ അവർ ആക്ച്വലി വിചാരിച്ചത് ഗാന്ധിജി ഫുൾ പൈസ പെസൻസിനെ പറ്റിച്ചെടുത്ത് ഫുൾ പൈസ തിരിച്ചു വേണം എന്ന് പറയുന്നതാണ് ഈ ലാൻഡ് ലോഡ്സ് ഒക്കെ വിചാരിച്ചത്, ബിഗ് പ്ലാന്റേഴ്സ് വിചാരിച്ചത്. സോ ദേ തോട്ട് ഹി വുഡ് ഡിമാൻഡ് റീപേയ്മെൻറ്റ് ഇൻ ഫുൾ ഓഫ് ദി മണി വിച്ച് ദേ ഹാഡ് ഇല്ലീഗലി ആൻഡ് ഡിസീറ്റ്ഫുള്ളി എക്സ്റ്റോർട്ടഡ് ഫ്രം ഷെയർ ക്രോപ്പേഴ്സ്. സോ ഇല്ലീഗലായിട്ടും ഡിസോണസ്റ്റായിട്ടും നിർബന്ധിച്ച് ഷെയർ ക്രോപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഫുൾ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഗാന്ധിജി പറയുന്നതാണ് ഇവർ പ്രതീക്ഷിച്ചത്. ബട്ട് ഹി ആസ്ക്ഡ് ഓൺലി 50%. ഗാന്ധിജി 50% തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ദെയർ ഹി സീംഡ് ആഡമൻറ്റ്. അവിടെ അത്രയും മതി, ആ ഒരു വാശിയിൽ തന്നെ നിന്നു. Writes Reverend J.Z. Hodge, a British missionary in Champaran who observed the entire episode at close range. അപ്പം ആ കാര്യത്തിൽ ഗാന്ധിജി അഡമൻ്റ് ആയിരുന്നു എന്ന് എഴുതിയത് ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു J.Z. Hodge, a British missionary. Missionary means a person who had come there to spread his religion, Christianity. And he was staying in Champaran and he had a close look on all the activities that was done by Gandhiji. So he is the one who confirmed that Gandhiji was very adamant on the fact that the big planters should return 50% of what they have taken from the peasants. Now, thinking probably that he would not give way, the representative of the planters offered to refund to the extent of 25%. And to his amazement, Mr. Gandhi took him at his word, but thus breaking the deadlock. So, ഗാന്ധിജി 50% പറഞ്ഞുകൊണ്ടേയിരുന്നു, നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഗാന്ധിജി ആ ഒരു ആഡമൻറ്റ് ഒരു നേച്ചറിൽ നിന്നും പിന്മാറില്ല, ഹി വിൽ നോട്ട് അക്സെപ്റ്റ് എനിത്തിങ് എൽസ് എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പ്ലാന്റേഴ്സ് വന്ന് പറയും, ശരി ഞങ്ങൾക്ക് 50% തരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ 25% തരാം എന്ന് പറയുമ്പോൾ അവരെയും പിന്നെ ഈ റെവറൻഡ് J.Z. ഹോഡ്ജിനെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിജി അതിന് സമ്മതം മൂളും. ആൻഡ് അങ്ങനെ ഈ ഒരു ഡെഡ് ലോക്ക് ആയിട്ട് നിന്നിരുന്ന ആ ഒരു സംഭവത്തിന് ഒരു മൂവ്മെൻറ്റ് കിട്ടി, ഒരു റിസൾട്ടിലെത്തി. ഓക്കെ, സോ എങ്ങും എത്താതെ നിന്ന ആ ഒരു കേസ് 25% മതി എന്ന് ഗാന്ധിജി സമ്മതിച്ചതോടുകൂടി അത് ഏകദേശം ഒരു ധാരണയായി. Now, this settlement was adopted unanimously by the commission. So, കമ്മീഷനിലുള്ള എല്ലാവരും ഈ ഒരു സെറ്റിൽമെൻറ്റ് വിത്തൗട്ട് എനി പ്രൊട്ടസ്റ്റ് യുനാനിമസ്ലി അവർ അംഗീകരിച്ചു. ഗാന്ധിജി എക്സ്പ്ലെയിൻ ദാറ്റ് ദി എമൗണ്ട് ഓഫ് ദി റീഫണ്ട് വാസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഫാക്ട് ദാറ്റ് ദി ലാൻഡ് ലോഡ്സ് ഹാഡ് ബീൻ ഒബ്ലൈജ്ഡ് ടു സറണ്ടർ പാർട്ട് ഓഫ് ദി മണി ആൻഡ് വിത്ത് ഇറ്റ് പാർട്ട് ഓഫ് ദിയർ പ്രസ്റ്റീജ്. സോ ഗാന്ധിജി പറഞ്ഞത് ഈ ഒരു എമൗണ്ട് ഞാൻ ചോദിച്ച 50% എമൗണ്ട് എനിക്ക് കിട്ടിയില്ല, 25% കിട്ടിയുള്ളൂ എങ്കിലും അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്, ആ മണിയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത് എന്താണ്, ഈ ലാൻഡ് ലോഡ്സ് അവസാനം നമ്മളുടെ മുമ്പിൽ ഇത്രയെങ്കിലും തരാമെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്തു. അങ്ങനെ പൈസ സറണ്ടർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവരെന്താണ് സറണ്ടർ ചെയ്തേക്കുന്നത്, a part of their prestige, a part of their self respect also they have surrendered in front of the peasants. ആ ഒരു എന്താ പറയുക, ആ ഒരു വിശ്വാസവും ആ ഒരു സന്തോഷവുമാണ് ഗാന്ധിജിക്ക് ഉണ്ടായത്, റൈറ്റ്. സോ therefore, as far as the peasants were concerned, the planters had behaved as lords above the law, right? Now, the peasant saw that he had rights and defenders. He learned courage. So, ഈ ഒരു സംഭവത്തിൽ പെസൻസിന് കിട്ടിയ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ, അത്രയും കാലവും ഈ പറഞ്ഞ ലാൻഡ് ലോഡ്സ്, ഈ പറഞ്ഞ പ്ലാന്റേഴ്സ് അവർ നിയമത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണയിൽ നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പെസൻസിന് മനസ്സിലായി അവർക്കും കുറേ റൈറ്റ്സ് ഉണ്ട്, അവരെയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ അവരിൽ കറേജ് വന്നു, ഈ പെസൻസിൽ കറേജ് വന്നു. ഈവൻസ് ജസ്റ്റിഫൈഡ് ഗാന്ധിജീസ് പൊസിഷൻ. അപ്പം ഇങ്ങനെ ഓരോ ഈവൻസും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഗാന്ധിജിയുടെ ആ ഒരു അഡമൻറ്റ് നേച്ചറും ഗാന്ധിജി എന്തുകൊണ്ട് ഓരോ കാര്യത്തിന് ഇത്രയും വാശി പിടിച്ചു എന്നൊക്കെയുള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആൾക്കാർ ജസ്റ്റിഫൈ ചെയ്ത് തുടങ്ങിയിരുന്നു.
Within a few years, the British planters abandoned their estate, which reverted to the peasants. Indigo sharecropping disappeared. അപ്പോൾ ഗാന്ധിജി പല കാര്യങ്ങളിലും ഇങ്ങനെ നല്ല സ്റ്റബേണായിട്ട് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ആ ഒരു ചമ്പാരനിലെ എല്ലാ ലാൻഡ്സും തിരിച്ച് പെസൻസിന് കൊടുത്തിട്ട് പോയി. അങ്ങനെയാണ് ഇൻഡിഗോ ഷെയർ ക്രോപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ആ ചമ്പാരനിൽ നിന്നും ഡിസപ്പിയർ ആയി. Gandhi never contented himself with large political or economic solutions. He saw the cultural and social backwardness in the Champaran villages and wanted to do something about it immediately. He appealed for teachers. സോ ഗാന്ധിജി ഈ ഒരു ഷെയർ ക്രോപ്പേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഫുൾ തീർത്തിരുന്നെങ്കിലും ചമ്പാരനിൽ അതിലേക്കാട്ടിലും കൂടുതൽ ആളെ മനസ്സിന് വിഷമിപ്പിച്ചിരുന്നത് അവിടുത്തെ കൾച്ചർ ആൻഡ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ആയിരുന്നു. സോ ആ ഒരു ഗ്രാമത്തിൽ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല, സാനിറ്റേഷൻ ഉണ്ടായിരുന്നില്ല, the women in that village were having a pathetic life. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവർക്ക് വേണ്ടി എന്നുള്ള ധാരണയാൽ ഗാന്ധിജി എന്ത് ചെയ്തു? The first thing he did was that he appealed for teachers to come to Champaran. So Mahadev Desai and Narhari Parikh, two young men who had just joined Gandhi as disciples, and their wives volunteered for the work. So ഗാന്ധിജിയുടെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് മഹാദേവ് ദേശായി ആൻഡ് നർഹാരി പാരിഖ് എന്ന് പറയുന്ന രണ്ട് യുവാക്കൾ അവരുടെ വൈഫ്സുമായിട്ട് ഗാന്ധിജിയുടെ അടുത്ത് വന്നു. Several more came from Bombay, Pune and other distant parts of the land. Devdas, Gandhiji's youngest son, arrived from the ashram, and so did Mrs. Gandhi. Primary schools were opened in 6 villages. Kasturba taught the ashram rules on personal cleanliness and community sanitations. So Mahatma Gandhijiയുടെ മകനായ ദേവദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിസസ് ഗാന്ധി, കസ്തൂർബ ഗാന്ധി, she also came to Champaran and അവിടെ 6 വില്ലേജസിൽ പ്രൈമറി സ്കൂൾസ് തുറന്നു. കസ്തൂർബ ഗാന്ധി അവരുടെ സാബർമതി ആശ്രം അവിടെ ഫോളോ ചെയ്തിരുന്ന റൂൾസ് ഓഫ് പേഴ്സണൽ ക്ലീൻലിനെസ് ആൻഡ് കമ്മ്യൂണിറ്റി സാനിറ്റേഷനൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കും പഠിപ്പിച്ചു കൊടുത്തു. Health conditions were miserable. Gandhi got a doctor to volunteer his services for 6 months. 3 medicines were available: castor oil, quinine and sulfur ointment. Anybody who showed a coated tongue was given a dose of castor oil. Anybody with malaria fever received quinine plus castor oil. Anybody with skin eruptions received ointment plus castor oil. So health conditions വളരെ മോശമായിട്ട് ഗാന്ധിജി ഡോക്ടേഴ്സിനെയും വോളണ്ടിയർ ചെയ്യാൻ വിളിച്ചു. ആൻഡ് 3 തരം മെഡിസിൻസ് അവിടെ കൊണ്ടുവന്നു: കാസ്ട്രോൾ ഓയിൽ, ക്വിനിൻ ആൻഡ് സൾഫർ ഓയിൻമെൻറ്റ്. പിന്നെ പലതരം രോഗങ്ങൾക്ക് ഇതിന് രണ്ടിൻ്റെയും മിക്സപ്പ് അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്കായിട്ട് അങ്ങനെ കൊടുത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഗാന്ധിജി നോട്ടീസ് ദ ഫിൽത്തി സ്റ്റേറ്റ് ഓഫ് വിമൻസ് ക്ലോത്ത്സ്. ഹി ആസ്ക്ഡ് കസ്തൂർബ ടു ടോക്ക് ടു ദം അബൌട്ട് ഇറ്റ്. One woman took Kasturba into her hut and said, "Look, there is no box or cupboard here for clothes. The sari I am wearing is the only one I have." So സ്ത്രീകളുടെ ഒരു മോശമായ ഡേർട്ടി സ്റ്റേറ്റ് ഓഫ് ക്ലോതിങ് കണ്ടപ്പോൾ കസ്തൂർബ ഗാന്ധിയോട് ഗാന്ധിജി പറഞ്ഞു, നീ ഒന്ന് പോയി അവരോട് സംസാരിക്കുക. അങ്ങനെ ആ സ്ത്രീകളോട് സംസാരിക്കാൻ പോയപ്പോൾ കസ്തൂർബ ഗാന്ധി പോയപ്പോൾ ഒരു സ്ത്രീ കസ്തൂർബ ഗാന്ധിനെ അവളുടെ കുടിലോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്കൂ, ഇവിടെ എനിക്ക് എൻ്റെ ഡ്രസ്സോ എനിക്ക് എൻ്റെ കാര്യങ്ങളോ വെക്കാൻ ഒരു ബോക്സ് പോലും ഇല്ല. അതിലും ഉപരി എനിക്ക് ഈ ഒരു ഒറ്റ സാരിയേ ഉള്ളൂ, വേറൊരു സാരി എനിക്ക് മാറി കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേർട്ടി ആയിട്ട് നടക്കേണ്ടി വരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പല സ്ത്രീകളുടെയും അവസ്ഥ ആ ഗ്രാമത്തിൽ. During his long stay in Champaran, Gandhi kept a long distance watch on the ashram. He sent regular instructions by mail and asked for financial accounts. Once he wrote to the residents that it was time to fill in the old latrine trenches and dig new ones, otherwise the old ones would begin to smell bad. So even though Gandhiji was staying in Champaran, he had to stay there for a long time because he had to do a lot of things for improving the conditions over there. So even though he was staying in Champaran, Gandhiji always had a vigilant look on his own ashram. So ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആൾ ഇവിടെ നിൽക്കുവാണെങ്കിലും ആശ്രമത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് വിടുമായിരുന്നു, മെയിൽസ് എഴുത്തുകൾ അയക്കുമായിരുന്നു, അവിടുത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ എങ്ങനെയാണ് പോണേന്നൊക്കെ നോക്കുമായിരുന്നു. ആൻഡ് ദെൻ ഒരു പ്രാവശ്യം ആൾ എഴുതിയിരുന്നു, അവിടുത്തെ നമ്മൾ പണ്ടത്തെ കാലം പറയുമ്പോൾ പണ്ടൊന്നും ഇങ്ങനെ നമുക്കൊക്കെ ഉള്ള പോലത്തെ മോഡേൺ ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ദേ യൂസ് ടു ഹാവ് ദീസ് ട്രഞ്ചസ്, ലാട്രിൻ ട്രഞ്ചസ്
കുഴി ഉണ്ടായിരുന്നു. ലാട്രീനിന് നമുക്ക് ഇപ്പോഴുള്ള പോലെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ആ കുഴികൾ ഇങ്ങനെ നിറയുമ്പോൾ അത് മൂടിയിട്ട് പിന്നെ വീണ്ടും പുതിയ കുഴികൾ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ സാനിറ്റേഷന് പ്രശ്നമാവും, ഫുൾ ബാഡ് സ്മെല്ലായിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവിടെ ഇരുന്നിട്ടും ആശ്രമത്തിലെ കാര്യങ്ങൾ ഗാന്ധിജി ശ്രദ്ധിക്കുമായിരുന്നു. The Champaran episode was a turning point in Gandhi's life. What I did, he explained, was a very ordinary thing. I declared that the British could not order me about in my own country. So Champaran episode ഗാന്ധിജിയുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഞാനൊരു സാധാരണ കാര്യമേ ചെയ്തുള്ളൂ. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ബ്രിട്ടീഷ് സർക്കാരിനോട് പറഞ്ഞു, നിങ്ങളുടെ ഓർഡർ, ഞാൻ എൻ്റെ കൺട്രിയിൽ താമസിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഓർഡർ ഫോളോ ചെയ്യില്ല, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ബട്ട് ചമ്പാരൻ did not begin as an act of defiance. It grew out of an attempt to alleviate the distress of large number of poor peasants. This was the typical Gandhi pattern. His politics were intertwined with the practical day-to-day problems of the millions. His was not a loyalty to abstraction. It was a loyalty to living human beings. So what is being said is that ചമ്പാരനിൽ ഗാന്ധിജി ചെയ്തതൊക്കെ ആരെയും എതിർക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആക്ച്വലി. ഇറ്റ് വാസ് ജസ്റ്റ് an attempt to reduce the distress that the large number of peasants were facing there. ആ ഒരു ഗ്രാമത്തിൽ വളരെയധികം പെസൻസ് നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ പ്രധാന ഉദ്ദേശം. അല്ലാതെ ഒരു തരത്തിലുള്ള നിയമലംഘനവും ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ആൻഡ് ഇത് തന്നെയാണ് ഗാന്ധിജിയുടെ ഒരു പാറ്റേണും. ഗാന്ധിജി പോളിറ്റിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുവെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സാധാരണ ജനങ്ങളുടെ ഡേ ടു ഡേ പ്രോബ്ലംസ്, അവരുടെ സാനിറ്റേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. റൈറ്റ്. സോ ഹീ വാസ് നോട്ട് എ ലോയൽറ്റി ടു അബ്സ്ട്രാക്ഷൻസ്. അതായത് ഐഡിയാസ് മാത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, ഐഡിയാസ് മാത്രം ഇങ്ങനെ നോക്കി നടക്കുക, അതല്ലായിരുന്നു ആളുടെ ഉദ്ദേശം. ഇറ്റ് വാസ് എ ലോയൽറ്റി ടു ലിവിങ് ഹ്യൂമൻ ബീങ്സ്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറയൽ മാത്രമൊന്നുമല്ല, അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് പ്രാവർത്തികമാക്കി കൊടുക്കുക, പ്രാക്ടിക്കലാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടീവ്. In everything Gandhi did, moreover, he tried to mold a new free Indian who could stand on his own feet and thus make India free. So ഓരോ ആക്ടിലും, ഗാന്ധിജി ചെയ്ത ഓരോ ആക്ടിലും പരമാവധി ശ്രമിച്ചത് ഒരു ഇന്ത്യൻസിനെ ഫ്രീ ആക്കുക, അതായത് അവർക്ക് അവരുടെ കാലിൽ തന്നെ നിൽക്കാനും കോൺഫിഡൻസും സെൽഫ് റിലയൻറ്റും ആക്കാനുള്ള ഒരു സ്പാർക്ക് അവരിൽ ഉണ്ടാക്കുക. അതാണ് ഗാന്ധിജി മെയിനായിട്ട് ചെയ്തത്. അങ്ങനെ ഓരോ ഇന്ത്യനെയും അങ്ങനെ ആക്കിയാൽ മാത്രമേ ഇന്ത്യ ഫ്രീ ആകുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. Early in the Champaran action, Charles Ferrer Andrews, the English pacifist who had become a devoted follower of the Mahatma, came to bid Gandhi farewell before going on a tour of duty to Fiji Islands. Gandhiji's lawyer friends thought it would be a good idea for Andrews to stay in Champaran and help them. Andrew was willing if Gandhiji agreed, but Gandhiji was vehemently opposed. He said, "You think that in this unequal fight it would be helpful if we have an Englishman on our side? This shows the weakness of your heart. The cause is just, and you must rely upon yourself to win the battle. You should not seek a prop in Mr. Andrews because he happens to be an Englishman." So ഗാന്ധിജീനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റർ ആൻഡ്രൂസ്, അദ്ദേഹം ഫിജി ഐലൻഡ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഗാന്ധിജിനെ കാണാൻ ചമ്പാരനിലോട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആളോട് വന്ന് ഗാന്ധിജിയുടെ ഫോളോവറാണെന്ന് അറിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബ്രിട്ടീഷേഴ്സുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്കൊരാൾ ബ്രിട്ടീഷേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കൂട്ടുണ്ടെങ്കിൽ
നമ്മൾക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുമല്ലോ, അപ്പം നമുക്ക് ഈ ആൻഡ്രൂസിനെ നമ്മുടെ കൂടെ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി അത് സ്ട്രോങ് ആയിട്ട് ഓപ്പോസ് ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല, ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ജസ്റ്റിസിന് വേണ്ടിയാണ്, നമ്മളുടെ ജസ്റ്റിസിന് വേണ്ടിയാണ്. അതിന് നമ്മൾ ഒരു ഇംഗ്ലീഷുകാരനെ കൂട്ടുപിടിച്ചാൽ അത് നമുക്ക് നാണക്കേടാണ്, നമ്മളുടെ വീക്ക്നെസ്സിനെയാണ് അത് ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പാടില്ല. നമ്മൾ നമ്മളുടെ റൈറ്റ്സിന് വേണ്ടി നമ്മൾ ഇന്ത്യൻസ് തന്നെ അവരോട് ഫൈറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളുടെ ഫ്രണ്ടായ വേറൊരു ഇംഗ്ലീഷ്കാരനെ നമ്മുടെ സൈഡിൽ നിർത്തിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ദിസ് ഷുഡ് നോട്ട് ബി ഡൺ. ഹീ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ പ്രോപ്പർട്ടി എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. He had read our minds correctly, Rajendra Prasad comments, and we had no reply. Gandhiji in this way taught us a lesson in self-reliance. അപ്പോൾ പിന്നീട് ഈ ഒരു എപ്പിസോഡിനെ പറ്റി രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡൻറ്റ് പറയുന്നതാണ്, ശരിക്കും ഞങ്ങളുടെ മൈൻഡ് ഗാന്ധിജി പഠിച്ചെടുത്തായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ പല പല കാര്യങ്ങളിലൂടെയാണ് ഗാന്ധിജി ഞങ്ങളെ സെൽഫ് റിലയൻറ്റ് ആക്കാൻ അല്ലെങ്കിൽ സെൽഫ് റിലയൻറ്റ് ആക്കിയതെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദ്ജി പറയുന്നത്. സെൽഫ് റിലയൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് and help to sharecroppers were all bound together. So ഗാന്ധിജിയുടെ ഓരോ പ്രവൃത്തിയിലും ഷെയർക്രോപ്പേഴ്സിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഇന്ത്യനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഇന്ത്യനെ സെൽഫ് റിലയൻ്റ് ആക്കുക, ഇതൊക്കെയാണ് ആളുടെ മെയിൻ ഉദ്ദേശം ആയിട്ട് ആൾ കണ്ടിരുന്നത്. Right? So I hope the lesson is clear to you now. I have tried my level best to make it simple and clear to you. Fine. So നമുക്ക് അടുത്തൊരു ലെസനുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ആൻഡ് ആസ് ഐ ഓൾവേസ് ടെൽ യു, പ്ലീസ് ഷെയർ മൈ വീഡിയോസ്, like it and subscribe it. Thank you so much.